നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ ചേരുന്നത് കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ ജിത്തു തങ്കച്ചനാണ്. ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ, നമ്മളിപ്പോൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് സ്റ്റോൺസ് അഥവാ പിത്താശയ കല്ലുകളെ കുറിച്ചാണല്ലോ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിത്താശയ കല്ലുകൾ ശരിക്കും എന്താണ്? അതായത് നമ്മുടെ കരളിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് കാണുന്ന ഒരു ഓർഗനാണ് ഈ പറയുന്ന പിത്തസഞ്ചി. പിത്തസഞ്ചിയിൽ ആണ് നമ്മൾ പിത്തം എന്ന് പറയുന്ന പിഗ്മെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്. പിത്തം പ്രൊഡ്യൂസ് ചെയ്യണത് അതുണ്ടാകുന്നത് നമ്മുടെ കരളിൽ നിന്നാണ്. കരളിൽ നിന്ന് ഈ പിത്തം വന്നു കഴിഞ്ഞ് അത് നമ്മുടെ വയറിൽ വരികയും അത് നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടി എസ്പെഷ്യലി അതിൻ്റെ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സസ് വന്ന പിത്തം സ്റ്റോർ ചെയ്യണത് ശേഖരിച്ച് വെക്കുന്നത് പിത്തസഞ്ചിയിലാണ്. അപ്പോൾ പിത്തസഞ്ചിയിൽ പല ഈ പിത്തത്തിൻ്റെ അകത്ത് പല കോമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ബൈൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ റേഷ്യോയിൽ മാറ്റം വരുമ്പോഴാണ് പിത്തസഞ്ചിയിൽ കല്ലുകൾ ഫോം ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു കൊളസ്ട്രോളിൻ്റെ ഡിപ്പോസിറ്റ്സ് കൂടുമ്പോൾ അത് കൊളസ്ട്രോൾ ക്രിസ്റ്റലൈസ് ചെയ്ത് അത് കൊളസ്ട്രോൾ സ്റ്റോൺസ് ആവുകയും അതുപോലെ തന്നെ ബൈലിൻ്റെ പിഗ്മെൻറ്റ്സ് കൂടുമ്പോൾ ബൈൽ പിഗ്മെൻറ്റ് സ്റ്റോൺസ് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെയാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാറ്. ഡോക്ടർ, നമ്മൾ അങ്ങനെ പറയുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകളിൽ പിത്താശയ കല്ലുകൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ. അങ്ങനെ വരാൻ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിലെ വ്യത്യാസങ്ങളാണ് ഇതിന് മെയിനായിട്ടുള്ള പ്രശ്നം. അതായത് എക്സസൈസിൻ്റെ കുറവുകൾ, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഹാബിറ്റ്സുകളിലെ വ്യത്യാസങ്ങൾ, എസ്പെഷ്യലി കുറച്ച് ഫാറ്റി ഫുഡ്സൊക്കെ കഴിക്കണവർ, വറുത്തതും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കണവരിലാണ് കൂടുതലും കാണാറുള്ളത്. പിന്നെ ഫീമെയിൽസിലും അതുപോലെ തന്നെ പിത്തസഞ്ചിയിലെ കല്ലുകൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് പിത്താശയ കല്ലുകൾ വരാൻ കാരണം? അത് ഹോർമോൺ ചേഞ്ചസ് ആണ് അതിൻ്റെ മെയിൻ കാരണം. എസ്പെഷ്യലി ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഫീമെയിൽസിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിറ്റ്സ് നമ്മുടെ ബൈലിൻ്റെ അകത്ത് കൂട്ടുകയും അത് കാരണം കൊളസ്ട്രോളിൻ്റെ സ്റ്റോൺസ് പിത്തസഞ്ചിയിൽ കൂടാനുള്ള കാരണം കൂടുതലാണ്. അതുമാത്രമല്ല, പിത്തസഞ്ചിയുടെ മൂവ്മെൻറ്റ്സിനെ ഇത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഈസ്ട്രജൻ. അത് കാരണം ഡിപ്പോസിറ്റ്സ് സ്ത്രീകളിൽ കൂടുതലായിട്ട് വരും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം നമുക്ക് ഒരുപാട് തരം ഡയറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡയറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിത്താശയ കല്ലുകൾ കൂടാൻ കാരണമാവുമോ? ക്രാഷ് ഡയറ്റ്സുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ക്രാഷ് ഡയറ്റ്സ് എടുക്കുക. ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലത്തെ ഡയറ്റുകളൊക്കെ ചൂസ് ചെയ്യണ കാലഘട്ടം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾ, അതായത് ഒരു 5-10 kgs വിത്തിൻ എ സ്പാൻ ഓഫ് ഒരു മാസത്തിനുള്ളിലൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾസ് ഡെപ്പോസിറ്റ് ചെയ്യണത് കൂടുകയും അത് ഇതുപോലെ തന്നെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാക്കാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഈ ഗോൾഡ് സ്റ്റോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡയഗ്നോസിസ് ചെയ്യുന്നത് എങ്ങനെ? എന്തെങ്കിലും പ്രത്യേകിച്ച് ടെസ്റ്റുകളുണ്ടോ? അത് അൾട്രാസൗണ്ട് ആണ് ഇതിൻ്റെ പിത്തസഞ്ചിയിലെ കല്ല് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ടെസ്റ്റ്. അതായത് അതിന് 95% അക്യുറസി ഉണ്ട്. പിത്തസഞ്ചിയിൽ കല്ല് എന്തോരം ഉണ്ടെന്നും അതിൻ്റെ സൈസും അതുപോലെ തന്നെ പിത്തസഞ്ചിയുടെ സൈസും അതിൻ്റെ അകത്ത് വീക്കോ ഉണ്ടോ എന്നും കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് ടെസ്റ്റ് മാത്രം മതി. പിന്നെ ചിലവരിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു MRCP എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്യും. അത് എന്തിനാ ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പിത്തസഞ്ചിയിലെ കല്ലുകൾ ഇത് തെന്നി മെയിൻ പിത്തസഞ്ചിയുടെ ട്യൂബിലേക്ക് മാറുകയും അത് കാരണം മഞ്ഞപ്പിത്തം വരികയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നമ്മൾ MRCP എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടെ ചെയ്യും. ഡോക്ടർ, ഈ പിത്താശയ കല്ലുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് സെൽഫായിട്ട് അറിയാൻ പറ്റുമോ? എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുമോ? എല്ലാവരിലും സിംറ്റംസ് കാണണമെന്നില്ല. അതായത് എൻ്റെ OP തന്നെ 80% ആളുകളിലും റൊട്ടീനായിട്ടുള്ള ഒരു ചെക്കപ്പിൻ്റെ അകത്ത് അൾട്രാസൗണ്ടിൻ്റെ അകത്ത് കല്ലുകൾ കണ്ടുപിടിച്ചിട്ട് വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ 20% ആളുകളിൽ സിംറ്റംസ് ഉണ്ടാകും. സിംറ്റംസ് വയറുവേദനയാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും കൂടുതലായിട്ടും എല്ലാവരും പറയുന്ന സിംറ്റംസ്. വയറുവേദന വെച്ചാൽ ഷാർപ്പായിട്ടുള്ള ഒരു വേദനയാണ്. നമ്മുടെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ അപ്പർ അബ്ഡോമിനിലായിരിക്കും വേദന കൂടുതൽ. അത് ബാക്കിലേക്കും നമ്മുടെ ഷോൾഡറിലേക്കും റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല, ചിലവരിൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഛർദി പോലത്തെ ഫീലിംഗ്, നോസിയ എന്ന് പറയും, അങ്ങനത്തെ ഫീലിങ്ങും വരും. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് അഗ്രിവേറ്റ് ചെയ്യാതെ കൂടുന്നത് കൂടുതലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ, എസ്പെഷ്യലി ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വയറുവേദന നമ്മൾക്ക് തോന്നും. പിന്നെ ചിലവരിൽ ഇത് ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ പനി, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഛർദി ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഗോൾഡ് സ്റ്റോൺസിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അതായത്
ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻസിന് നമ്മൾ ഒബ്സർവേഷൻ മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇയർലി വർഷത്തിലൊരിക്കലും ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, സ്റ്റോണിൻ്റെ സൈസുകളൊക്കെ നോക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ വയറുവേദനയായിട്ട് വരുന്നവരിൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. വീട്ടുവൈദ്യം കൊണ്ട് നമുക്ക് പിത്താശയകല്ല് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഈ പറഞ്ഞ പോലെ കുറേ പേര് വൈദ്യ ഇതിൽ നിന്ന് ഒറ്റമൂലി പോലെയുള്ള ഇതൊക്കെ കഴിച്ച് കല്ല് അലിയിച്ച് കളയാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവായിട്ട് തോന്നാനില്ല. അതുമാത്രമല്ല, ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യും തോറും കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും സർജറിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ അതത്ര എഫക്റ്റീവ് അല്ല. അത് കൊടുക്കുന്നത് നമ്മൾ സർജറിക്ക് ഒട്ടും ഫിറ്റ് അല്ലാത്തവരിൽ മാത്രമേ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. മെഡിസിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 to 24 മാസം വരെ എടുക്കും കല്ല് അലിഞ്ഞു പോകാനും. അതുമാത്രമല്ല, കല്ല് ഈ മെഡിസിൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് വരാനുള്ള ചാൻസും വളരെ ഹൈ ആണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് ഇതിന് ഏറ്റവും നല്ല ഓപ്ഷൻ. ഡോക്ടർ, ഇപ്പോൾ സർജറിയുടെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും നമ്മൾ ഈ ഗോൾ സ്റ്റോൺസിനുള്ള സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾ ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയേണ്ടി വരുമോ? അതെ, ഗോൾ ബ്ലാഡർ സർജറി എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പിത്തസഞ്ചിയും അതിൻ്റെ കല്ലും കൂടെ എടുത്തു മാറ്റണം. കല്ല് മാത്രമായിട്ടല്ല നമ്മൾ സർജറിയിൽ എടുത്തു മാറ്റുന്നത്. ഈ ഗോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ ഈ പിത്താശയ കല്ലുകൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറേ നാൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ? അതെ, നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഈ ഗോൾ സ്റ്റോൺസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കോമൺ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷനാണ് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ്. അതായത് പിത്തസഞ്ചിയിൽ ഈ കല്ല് വന്ന് ബ്ലോക്ക് ചെയ്ത് അതിലേക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അത് അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷനിലേക്ക് മാറും. പിന്നെയുള്ളൊരു കോംപ്ലിക്കേഷനാണ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വന്ന് അത് മാറിക്കഴിയുമ്പോൾ ഈ ഗോൾ ബ്ലാഡറിൻ്റെ വാള് തിന്നാകുകയും അതുപോലെ തന്നെ ഈ പിത്തസഞ്ചി അങ്ങ് ചുങ്ങിപ്പോവുകയും ചെയ്യും. അതിന് പറയുന്നതാണ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ്. പിന്നെ വേറെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം വരിക, പിന്നെ ഈ കല്ല് തെന്നി മെയിൻ ഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് ഇൻഫെക്ഷൻ കയറി കഴിയുമ്പോൾ കോളഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ പല സീരിയസ് കോംപ്ലിക്കേഷനിലേക്കും ഇത് പോകാൻ സാധ്യതയുണ്ട്. ഈ ഗോൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ഗോൾ ബ്ലാഡർ ക്യാൻസറിന് എന്തെങ്കിലും കാരണമാകുമോ? ഗോൾ ബ്ലാഡർ അതും ഒരു കോംപ്ലിക്കേഷനാണ്. അതായത് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ക്യാൻസറിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സിംറ്റംസും ഇതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ സിംറ്റംസ് തന്നെയാണ് അതിലും കാണിക്കുന്നത്. അത് അതിശക്തമായ വയറുവേദന, ഛർദി, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുക, ഭക്ഷണം വേണ്ടായ്മ, ഇതൊക്കെ തന്നെയാണ് ഗോൾ ബ്ലാഡർ ക്യാൻസറിൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ ഗോൾ ബ്ലാഡർ ക്യാൻസറിനുള്ള ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഗോൾ ബ്ലാഡർ ക്യാൻസർ നമ്മൾ അൾട്രാസൗണ്ട് ആണ് ബേസിക്കലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അത് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ഈ പറഞ്ഞ പോലെ MRCP അല്ലെങ്കിൽ MRI ചെയ്ത് നോക്കുമ്പോൾ ഫർദറായിട്ട് ഇതിൻ്റെ ഡയഗ്നോസിസിനെ ഹെൽപ്പ് ചെയ്യാം. ഡോക്ടറെ, ഗോൾ സ്റ്റോൺസ് ഉള്ളവർ സർജറി ചെയ്യാതെ അല്ലെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? സർജറിയോടുള്ള പേടിയും അതിൻ്റെ സ്ട്രെസ്സും കാരണം ട്രീറ്റ്മെൻറ്റ് മാറ്റി വയ്ക്കുന്നത് അപകടകരമാണ്. ലളിതമായ ഒരു ലാപ്രോസ്കോപ്പിക് കീഹോൾ സർജറി വഴി മാറ്റാവുന്ന പ്രശ്നം പലപ്പോഴും നീട്ടിവെച്ച് അതൊരു സങ്കീർണമായ അണുബാധയിലേക്ക് അത് വഴിവെക്കും. അതുകൊണ്ട് കൃത്യമായ സമയത്തൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിലും ഉള്ള കൺട്രോളും നാരടങ്ങിയ ഭക്ഷണങ്ങളും റെഗുലറായ എക്സസൈസുകളും കൊണ്ട് നമുക്ക് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കും.